2031 ശേഷമുള്ള ഒരു രംഗം. അമ്മണി എന്ന മലയാളി യുവതി വ്യാഴത്തിനു ചുറ്റും സഞ്ചരിക്കുകയാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയാണ് അമ്മണിയുടെ ഇഷ്ടം. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മണിക്ക് ബോറടിച്ചു തുടങ്ങി. അവിടെ മലയാളം സംസാരിക്കുന്ന ആരെയും കാണുന്നില്ല. വേറെ ആരെങ്കിലും മലയാളത്തിലൊരു വാക്കെങ്കിലും പറയുന്നത് കേൾക്കണമെന്ന് അമ്മണിക്ക് വലിയ ആഗ്രഹം. എങ്ങനെ ഇക്കാര്യം നടക്കും? അമ്മണിയുടെ ആഗ്രഹം നടത്താനുള്ളൊരു സൂത്രം ആ സമയത്ത് വ്യാഴത്തിനു ചുറ്റും യൂറോപ്പയെ നിരീക്ഷിക്കുന്നുണ്ടാവും. അതാണ് യൂറോപ്പ ക്ലിപ്പർ എന്ന പേടകം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ വർഷം, അതായത് 2024 ഒക്ടോബറിൽ വിക്ഷേപിക്കപ്പെട്ട ഒരു പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നാസ വിക്ഷേപിച്ചിരിക്കുന്ന ഒരു പേടകം. യൂറോപ്പ എന്ന ഉപഗ്രഹത്തിന്റെ ഉപരിതലം മുഴുവൻ ഐസാണ്. പക്ഷേ ആ ഐസിനടിയിൽ വലിയൊരു കടൽ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഗവേഷകരുടെ നിഗമനം. ആ കടലിൽ ജീവനുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ആ സാധ്യത പരിശോധിക്കലാണ് ഈ പേടകത്തിന്റെ പ്രധാന ഉദ്ദേശം. യൂറോപ്പയിൽ ഇറങ്ങുന്ന പരിപാടി യൂറോപ്പ ക്ലിപ്പറിനില്ല. യൂറോപ്പയ്ക്ക് ചുറ്റിലും പരിക്രമണം ചെയ്യുകയുമില്ല. പകരം വ്യാഴത്തിനു ചുറ്റും ഒരു പ്രത്യേക പാതയിലൂടെ പരിക്രമണം നടത്തും. അതിനിടയിൽ നിരവധി തവണ യൂറോപ്പയ്ക്ക് അരികിലൂടെ കടന്നുപോകും. ആ കടന്നുപോക്കിലാണ് ക്ലിപ്പർ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുക. ഈ യൂറോപ്പ ക്ലിപ്പറിൽ ഒരു ഫലകമുണ്ട്. ത്രികോണാകൃതിയിലുള്ള ഒരു ലോഹ പ്ലേറ്റ്. അതാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ടാൻഡലം ലോഹം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പ്ലേറ്റിന് ഏതാണ്ട് 28 സെന്റിമീറ്റർ നീളം വരും. പരമാവധി 18 സെന്റിമീറ്റർ വീതിയും. പേടകത്തിലെ ഇലക്ട്രോണിക് ഭാഗങ്ങളിരിക്കുന്ന അറയുടെ മൂടിയായിട്ടാണ് ഈ പ്ലേറ്റ് പേടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റിന്റെ ഇരുവശത്തും സന്ദേശങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ പുറംഭാഗത്ത് കാണുന്നത് കുറെ തരംഗങ്ങളുടെ ചിത്രമാണ്. അത്തരം 103 തരംഗങ്ങൾ കാണാനാകും. വിവിധ ഭാഷകളിൽ വെള്ളം എന്ന വാക്കിനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ തരംഗത്തെ ഒരു സോഫ്റ്റ്വെയറിലൂടെ കടത്തിവിട്ടാൽ ശബ്ദം കേൾക്കാനാകും. വെള്ളം എന്ന വാക്കാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്ലേറ്റിന്റെ മറുവശത്ത് ഒരു കവിത ഇംഗ്ലീഷിൽ എഴുതിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ കവിയായ അഡ ലിമോൺ എഴുതിയ വെള്ളത്തെക്കുറിച്ചുള്ള ഇൻ പ്രൈസ് ഓഫ് മിസ്റ്ററി എന്ന് പേരുള്ള ഒരു കവിതയാണ് അത്. ഭൂമിയിലേക്കാളും കൂടുതൽ വെള്ളമുണ്ടെന്ന് കരുതപ്പെടുന്ന യൂറോപ്പയിലേക്കൊരു പേടകത്തെ അയക്കുമ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള സന്ദേശമല്ലാതെ മറ്റെന്തയക്കാൻ, അല്ലേ? എന്തായാലും അമ്മിണിക്ക് ഭാഗ്യമുണ്ട്. ബഹിരാകാശത്തൂടെ സഞ്ചരിച്ച് യൂറോപ്പ ക്ലിപ്പറിന്റെ അരികിലെത്തുക. എന്നിട്ട് മലയാളത്തിൽ വെള്ളമെന്ന് രേഖപ്പെടുത്തിയ തരംഗത്തിന്റെ ഫോട്ടോ എടുത്ത് തന്റെ കയ്യിലുള്ള സോഫ്റ്റ്വെയറിന് കൊടുക്കുക. അത് മലയാളത്തിൽ പറയും വെള്ളമെന്ന്. മലയാളത്തിൽ വെള്ളമെന്ന് പറയുന്നത് കേൾക്കണോ? ഈ ലിങ്കിൽ പോയാൽ മതി. 103 ഭാഷയിലുമുള്ള വേവ് ഫോം കാണാം, വാക്കും കേൾക്കാം.